ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന ട്രിപ്പ്. അതായത് വയനാട്ടിലൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മുന്നേ മാമി പ്രഗ്നൻ്റ് ആയിരുന്നു, വിശേഷമാണ് ആൾക്ക് ഇന്ന പോലെ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. സോ 9 മന്തായിട്ട് നമ്മൾ പോയിട്ടുണ്ടായില്ല. അത് 9ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് സാറിന് പോകണം. അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, ചടങ്ങ് എന്നല്ല, നോർമലി സംതിങ്. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ പോലെ മമ്മിയും മൂത്തയും ഞാനും അനിയത്തിയും പിന്നെ മൂത്തേൻ്റെ മോനും പിന്നെ മാമൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞങ്ങളായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളതും പിന്നെ അവിടെ ഉള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ റിട്ടേൺഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സോ ഈ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടൻറ്റ്. സോ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ പോകുന്ന വഴിക്കും സത്യം പറഞ്ഞാൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. മമ്മിയും അനിയത്തിയും വീട്ടിൽ നിന്ന് വരുമായിരുന്നു. അവരും കാര്യമായിട്ട് അങ്ങനെ ഫുഡ് അവർ കഴിച്ചിട്ടുണ്ടായില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ മൂത്തിയും കഴിച്ചിട്ടുണ്ടായില്ല, അനിയനും കഴിച്ചിട്ടുണ്ടായി. ആ കഴിച്ചതെന്ന് പറഞ്ഞാൽ രേഷ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളയപ്പം കഴിച്ചു എന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ. സോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി ആ ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ആക്ച്വലി എഡിറ്റ് ചെയ്യാൻ വൈകി എന്നുള്ളതാണ് മെയിൻ കാര്യം. ഞാൻ തുടങ്ങിയിട്ടിട്ട് പിന്നെ അതവിടെ വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഇത്. കാരണം എന്താ പറയുക, കുറച്ച് തിരക്കായിപ്പോയി. കാരണം എനിക്ക് വേറെ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അതിലിടക്ക് മാമീൻ്റെ ഡെലിവറി കഴിഞ്ഞു എന്നുള്ളതാണ് വേറൊരു വസ്തു. അത് നമ്മൾ പോയിൻ്റെ പിറ്റേന്ന് മാമീൻ്റെ ഡെലിവറി കഴിഞ്ഞായിരുന്നു. കാരണം പോയി അന്ന് നമ്മൾ വന്നതിന് ശേഷം നൈറ്റ് 2 സംതിങ് അങ്ങനെ എന്തോ 2 മണി അങ്ങനെ എന്തോ അടുപ്പിച്ചായപ്പോഴത്തേക്ക് മാമിക്ക് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് 12:05 അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആളുടെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മാമീൻ്റെ ഫാദർ വിളിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യം വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം ഇവർ ഓൾറെഡി അതിലിടയ്ക്ക് ഇവരിങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവിടുന്ന് എല്ലാവരും മാറ്റി ഇതായി. അതും എന്താണെന്നുണ്ട് അമ്മമ്മയും മൂത്തയും പിന്നെ മാമൻ പിന്നെ മൂത്തേൻ്റെ മോനുണ്ട് ആദിശ്യം. അപ്പം ഇവർ ആക്ച്വലി അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആദിശ്യം പോകുന്ന കാര്യം കാരണമുണ്ടാവും, അനിയൻ പോകുന്ന കാര്യം കാരണമുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ഇവനിങ്ങനെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ പറഞ്ഞായിരുന്നത്. ഫസ്റ്റ് എന്നോട് പറഞ്ഞായിരുന്നു പോകാൻ പറ്റുമെങ്കിൽ പോകാമെന്നുള്ള ഇതിൽ പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ അമ്മമ്മ നമ്മൾ മുന്നേ പോയല്ലോ, ആ ടൈം വന്നൊരു അമ്മമ്മ വാങ്ങിയിട്ടുണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു മൈൻഡിലുണ്ടായി ഓറ് പൊക്കോട്ടെ, പിന്നെ ഓറാന്നല്ലോ മെയിനായിട്ട് വേണ്ടുന്നത്. അത് കുട്ടീൻ്റെ അമ്മമ്മയാണല്ലോ, അച്ഛമ്മയല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു മൈൻഡ് സെറ്റിലെടുത്തത്. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ അവർ ഉച്ച അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന്. കാരണം ഉച്ച മീൻസ് ഇവർ ആ ടൈം ആകുമ്പോഴത്തേക്ക് പ്രസവം അല്ലെങ്കിൽ ആ ടൈം ആകുമ്പോഴത്തേക്ക് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ലെന്നുണ്ട്. മാമൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞിട്ട് അവരെ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്, ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മറ്റവർ ഉണ്ടായിട്ടുണ്ടായില്ല. അത് മാമൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സാധാരണ വരുന്നത്. ഞാൻ ഈ വീഡിയോയിലുള്ള ആളെ അപ്പോൾ ഓറില്ല ആക്ച്വലി ടൈം ഓറുണ്ടായിട്ടില്ല കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ല പിന്നെ അനിയനും ദൂരം അങ്ങനെ ഇതാകത്തില്ല, അധികം ദൂരം അവനെ എടുത്തിട്ട് അതിനത്രയല്ലേ അനിയനല്ലോ. അതുകൊണ്ട് പിന്നെ ഇവർ ഒരു ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് അവരാ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ ഉച്ച അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക്, ടൈം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ടൈം പറയാത്തത്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വന്ന് അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ. പിന്നെ അവരവിടെ പോയി എനിക്കൊന്ന് കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നെന്ന് തോന്നുന്നു. അവിടെ നിന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ചൊന്നും ടൈം അവിടെ നിന്നായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അവർ ഇവിടെ എത്തുമ്പം നൈറ്റ് 1 മണി അങ്ങനെ കഴിഞ്ഞായിരുന്നു ഇവർ എത്തുന്ന ടൈം. എന്നാൽ ഞാൻ ഉറക്കത്തിൻ്റെ പാറിലായതുകൊണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള വാസ്തവം. കാരണം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു എത്തിയുള്ള കാര്യം പറഞ്ഞു. ഞാൻ സോഫ്റ്റ്മേ താഴെ കിടക്കുകയായിരുന്നു. ഇവർ വന്നിട്ടാകുമ്പോൾ അതാണെന്ന് വെച്ചിട്ട് പിന്നെ കൈയോട് എണിച്ചിട്ട് വന്നിട്ട് ഒരൊറ്റ കിടന്നു. സോ ഞാൻ അതുകൊണ്ട് ഈ എഡിറ്റിംഗ് തന്നെ പകുതിക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം എനിക്ക് അതിലിടയ്ക്ക് വേറെ പോകാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി. അപ്പോൾ എനിക്ക് ഇതിലിടയ്ക്ക് നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെയൊക്കെ ആയിപ്പോയി. സോ ഇപ്പോഴാണ് എന്ന് മര്യാദയ്ക്കൊന്ന് നോക്കാൻ വേണ്ടി പറ്റിയത്. കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പോഴാണ് സമയം കിട്ടിയത്. സോ എൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഇനിയിപ്പം പോകണത്ര ഞാനും അമ്മയും ചെറുതൊന്നും പോയിട്ടുണ്ടായില്ല. അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോകണം ഒരു ഡേ. അതപ്പാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഹോം സ്റ്റേ ഉണ്ട്. 3 കിലോമീറ്റേഴ്സ്. എന്നെ വിട്ടെ, ഞാൻ എന്തില്ല. ആശ്ചര്യ ഫ്രണ്ട്സ്
അങ്ങോട്ട് അപ്പുറത്തോട്ട് പോയല്ലേ നമുക്ക് വെള്ളച്ചാട്ടം പൈപ്പ് പൊട്ടി നോക്കാ അവിടെ പോയാലോ പന്നിയുണ്ട് സെയിം അത് ബേസ് ആണ്. നീ ഓടിക്കുന്ന ഇല്ലേ നിങ്ങൾ ഓടിച്ചോ. സോ ഗായ്സ് അറ്റ് ലാസ്റ്റ് വി റീച്ച്ഡ്. നമ്മളിപ്പം ഈ കാണുന്നതെന്ന് വെച്ചാൽ മമ്മീൻ്റെയും മൂത്തൻ്റെ എല്ലാം മാമൻ്റെ വീടാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇവിടെ വീട്ടിലവിടെ വന്നതല്ല, എന്താ വണ്ടി ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് വേണം അപ്പുറം പോകാൻ വേണ്ടി. തൊട്ടപ്പുറം തന്നെയാണ് മാമീൻ്റെ വീട്. സോ ഇവിടെ വെച്ചിട്ട് അപ്പുറത്തുള്ള കാണിക്കാം. അപ്പോഴേ നമ്മൾ വരുമ്പോൾ തന്നെ എന്താ പറയണ്ടേ, മാമനും അമ്മായിയൊക്കെ മുന്നിലുണ്ടായിരുന്നു, അവിടെ വീട്ടിലുണ്ടായിരുന്ന ആൾ. അവരാദ്യം വിചാരിച്ച വീട്ടിൽ ആളില്ല, പക്ഷെ അവരുണ്ടായിരുന്നായിരുന്നു. കണ്ട് സംസാരിച്ച് നിന്നിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഞാൻ എടുത്തിട്ടുണ്ടായില്ല, എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതും കഴിഞ്ഞ് ഇതന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നപ്പാടൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഇത് വന്നത്. എന്നിട്ട് അങ്ങനെ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് മാമീൻ്റെ ബ്രദറിൻ്റെ മോളാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു സംസാരം കളി ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഭയങ്കര കമ്പനി, ഭയങ്കര ആൾ നല്ല ആക്റ്റീവ്, ആൾ അത്യാവശ്യം നല്ല സ്മാർട്ടായിട്ട് നല്ല സംസാരിക്കാൻ. നമ്മളങ്ങനെ മിങ്കിളാവുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ഭാഗത്തുള്ള ആൾക്കാരല്ലേ. അവർ എറണാകുളമാണ്, നമ്മളിവിടെ കണ്ണൂരിലാണ്. പിന്നെ ഇപ്പോൾ അവിടെ വയനാട്ടിൽ ഇങ്ങനെ വന്നതുകൊണ്ട് കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ആളെന്താ പറയുക, വന്നു സംസാരിച്ച് നമ്മളെ കൂടെ തന്നെ ഭയങ്കര എൻജോയ് ആയിട്ട് നൈസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോളെ. പിന്നെ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളതായ ഓരോ കളിയാണ്, ഓരോ വർത്താനം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഓരോ സംസാരത്തിലും കാര്യങ്ങളിലൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ ഈ ചെറുതിന് വെച്ച് കളിക്കുന്നത് അങ്ങനെ ഇങ്ങനെ സംതിങ് ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവാ. സോ ദെൻ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അവിടെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അത് ഫുഡ് കഴിക്കുന്നതിനിടക്ക് അമ്മയും മൂത്തയും കൂടിയിട്ട് മാമിക്ക് ഫുഡ് വായിൽ വെച്ച് കൊടുത്തായിരുന്നു. അതാണ് അതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ട് ഓരോ ഫുഡൊക്കെ കൊടുത്ത് നമ്മളും കഴിക്കുകയാണ്. അങ്ങനെ അതെ 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 അല്ല. സോ ഗൈസ് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിന് ശേഷം എടുത്തിട്ടുണ്ടായിട്ടില്ല. അനിയത്തിയായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ചായേൻ്റെ ടൈമായി. നമ്മൾ ചായ കുടിക്കുന്ന ശീലം എനിക്കില്ല, മമ്മിക്കില്ല, ചെറുതിനില്ല, അനിയനില്ല. മൂത്ത ഇറക്കിന് ആദ്യം ഉണ്ടായിരുന്നേ, പിന്നെ പറഞ്ഞിട്ട് പിന്നെ നിർത്തി അവൾ അങ്ങനെ. അപ്പോൾ ബാക്കി ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ കഴിച്ചു. ഞാനും കഴിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കേക്കും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഓരോ സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരുന്നിട്ട്. ഇനിയിപ്പം ഇറങ്ങാൻ തുടങ്ങണം. അപ്പോൾ അതിന് മുന്നേ എന്താ പറയുക, മുടി ചെയ്യണം, ഇതാക്കണം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ മുടിയൊക്കെ എന്തെല്ലാം കാണണം. ഇങ്ങനെയൊക്കെ ചെട്ടിക്കെട്ടി അങ്ങ് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്, ചെറുതുമല്ലാതെ. പിന്നെ അതൊക്കെ മാറ്റിപ്പിടിച്ച് നൈസായിട്ട് അങ്ങ് ഇറങ്ങണം. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒന്ന് കയറണം, കാണണം, അമ്മേനെ കാണണം, അങ്ങനെ വണ്ടി എടുക്കണം, പോകണം. ആ ഒരു ഇതിൽ. അപ്പോൾ അതിലിടക്ക് വേറെന്തൊക്കെയോ അവിടെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. അതായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. കമ്മലിടാണ് ചെറുത്, അങ്ങനെ ഓരോ സംസാരത്തിലാണ്. സോ അതിലെടുക്ക് നമ്മൾ മൂന്നെണ്ണം വേഗം വന്നാൽ കാർ കയറിയിരുന്നു. സോ നമ്മൾ അമ്മായിനെ കണ്ട് സംസാരിച്ച്, കാരണം അന്ന് മാമൻ ഉണ്ടായിട്ടില്ല, അപ്പോൾ അവരെ കണ്ട് സംസാരിച്ച് അങ്ങനെ ഇറങ്ങിയതിനായിരുന്നു. രജീഷ് പറഞ്ഞ പോലെ പൈസ ഉണ്ടെങ്കിൽ ഇടുന്ന് നേരെ ഊട്ടി പോയാൽ മതി. പക്ഷെ ഞാൻ പോവില്ല, എൻ്റെ മോനെ കൂട്ടാണ്ട് ഓൻ കണ്ടല്ലേ ഊട്ടി അല്ലേ ആദിച്ചേ? ഞാനും കണ്ടിട്ട്. ആ നീ അന്നേരം അവിടെ ഗീതമ്മ അടുത്ത് നിന്നു വേഗം കൂട്ടയില്ല. കാറ്റ് പോയി തിരിച്ചുള്ള യാത്രയിൽ.
കാറ്റ് പോയ പോലെ അങ്ങോട്ട് പോകുമ്പോൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടല്ലോ. എവിടെ എത്തിയടാ? അനിയൻ അതിലിടയ്ക്ക് പറഞ്ഞ വെള്ളം വേണം ദാഹിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ഷോപ്പിൽ നിർത്തി. അവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു കുടിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് റിട്ടേൺ പോയിരുന്നായിരുന്നത്. നമ്മളിങ്ങനെ ഓരോ സംസാരം കളി ജോളി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നേ. ഇടയ്ക്കൊന്ന് ഒരു ഇതായി, കാരണം ഒരു ഇതായി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമല്ലേ ഇന്ന്. പിന്നെ ഇവൻ ബാക്കിൽ കയറിയിരുന്നു. ഇവനെന്തോ കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു ഞാൻ ഇതായിട്ട് എനക്കൊന്ന് ഉറങ്ങണം കിടക്കണം എന്നൊക്കെ പറഞ്ഞ ലാസ്റ്റ് ഇവൻ ബാക്കിൽ കയറിയിരുന്ന് ഞാൻ നൈസായിട്ട് മുന്നിൽ കയറി അങ്ങ് ഇരിക്കുമായിരുന്നായിരുന്നു. പിന്നെ അങ്ങോട്ട് പാൽച്ചൂര മറ്റേതല്ലേ ഇത്? ഏത് പാൽച്ചൂര? മോനെ അത് നോക്കിയേ. നിങ്ങൾ ആലോചിച്ചിട്ട് ലോറിയും കൊണ്ട് ഇതുപോലെ ഇറങ്ങി ആലോചിക്ക. ഇറങ്ങുമ്പോ ഭയങ്കര പേടിയാ. ഗുഡ് മാൻ ഗുഡ് മാൻ എന്നല്ല പറയേണ്ടത്. നല്ല ഉണ്ടല്ലേ. അയ്യോ ഇടത്തേക്ക് ഇറങ്ങണ്ടേ. സന്ധ്യക്ക് ഇവിടെ ഇറങ്ങിട്ട് നാട്ടുകാരെ അടി കിട്ടും. എടുത്ത് പോടറാന്ന് പറയും. കൈമാറ്റം മോളെ. സോറി മാൻ, അറിഞ്ഞില്ല ഉണ്ണി, അറിഞ്ഞില്ല. എന്റെ അമ്മ എന്റെ അടുത്ത് അടി എത്തൂല. നിങ്ങളെ മോനെ വിളിക്കുവോ? ഓന് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് അന്ന് കൊടേനെ കൊണ്ടേനെ ബാക്കിക്കൊള്ളു. എല്ലാം കോമഡിയാണ് ഈശ്വര. ഈറ്റങ്ങളി കൂട്ടി പോയി. ചീനാഴ്ച മാത്രം ഉണ്ട്. യൂട്യൂബിലെ വരൂ. വണ്ടി 1.5 വരുത്തായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. മുന്നില് ബുള്ളറ്റ് ചാടി ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട്. ഓന്റെ വീട്ടില് ഇന്ത്യൻ തന്നെ വേണം. ഹെൽമെറ്റോ? സോ ഗൈസ് അറ്റ് ലാസ്റ്റ് വി റീച്ച്ഡ് ഹോം. സോ ഇതാ രേഷങ്ങളും അച്ഛനെ കാണാൻ വേണ്ടി റൂം കയറി. അതിലിടയ്ക്ക് ഇവരുടെ സംസാരം കാര്യങ്ങളൊക്കെയാണ്. വന്നതിൻ്റെയും പോയതിൻ്റെയും വിശേഷങ്ങളൊക്കെ. പിന്നെ അതിലിടയ്ക്ക് എന്തോ ആക്കി ടോയ്ലറ്റ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം കോമഡിയായി. അത് വേറൊരു ചർച്ച. പിന്നെ അങ്ങനെ മൂത്ത അനിയനും വണ്ടി എടുത്തിട്ട് അതിലിടയ്ക്ക് മറ്റേ ആൾ ഇളയതും കൂടിയാണ് ഉണ്ടായിന്. അപ്പോൾ അവരങ്ങനെ പോയി. ബാക്കി നമ്മളും കഴിഞ്ഞ് ഇത്രയൊക്കെ ഉള്ളൂ. സോ ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ റൂമിൽ കയറി ആക്ച്വലി. ഇനിയിപ്പം മാറ്റണം, കുളിക്കണം, കഴിക്കണം, കിടക്കണം. സോ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.